നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. 14-15 കണ്ടുള്ളായിരുന്നു. ഇവിടെ നൂറ്റുകണക്കിനാണ്, 200-ന് മുകളിലാണ്. അപ്പോൾ അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യണം. കാര്യം എവിടെയാണോ ഒരാൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അയാളെ പ്രോത്സാഹിപ്പിച്ച് തന്നെയാണോ. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ കലോത്സവത്തിന് ഒരർത്ഥം വരുന്നത്. അഭിനയിക്കുന്നതുകൊണ്ടാണ് കലാകാരനായ MLA ആകുന്നത്. അതെ, അതുകൊണ്ട് അത് വിടരുത്. പോകാനായിട്ട് പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞു, എവിടെ പോകുന്നു, ബാക്കി കഥ പറ. ഞാൻ കൊല്ലംകാരുടെ സ്വഭാവം നമുക്കറിയാണ്ട്. നമസ്കാരം. കലോത്സവം ഇങ്ങനെ 3-ാം ദിവസത്തേക്ക് ആ കലോത്സവ നഗരി ഇങ്ങനെ ഒഴുകിയാണ് എത്തുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് മുകേഷ് MLA. അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ കലോത്സവം വരുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കുറേ ദിവസമായി ഞാൻ ഇവിടെ കാണുമ്പോൾ ആ മാതിരി ഓട്ടത്തിലാണ്. ആദ്യ ദിവസം ഒന്ന് നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാം, പക്ഷേ അപ്പോൾ തിരക്ക്. രണ്ടാമത്തെ ദിവസം ഇന്ന് എങ്ങനെയോ എനിക്ക് കിട്ടി. നമസ്കാരം. പറഞ്ഞാൽ ഗംഭീരമാണ് കേട്ടോ. കൊല്ലം ഇങ്ങനെ ഏറ്റെടുക്കുന്നു. ഞാൻ കുറേ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട്, പക്ഷെ ഇങ്ങനെ ഏറ്റെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെയൊക്കെ ഒരു അധ്വാനത്തിൻ്റെ ഫലം കാണുന്നുണ്ട്. അല്ല, അതേ കണക്കുള്ള കമ്മിറ്റികളും അതിൻ്റെ അവലോകനങ്ങളും, അത് എവിടെയൊക്കെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് വരാൻ സാധ്യത, എവിടെയൊക്കെയാണ് കാര്യം. ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം കൂടെ ഇങ്ങനെ ഒരു മന്ത്രി എല്ലാം വിട്ട്, ഇൻക്ലൂഡിങ് മന്ത്രി സഭാ യോഗം വരെ വിട്ടിട്ട് അതിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആകെ ഇപ്പം ഒരു ചെറിയൊരു കണക്കൂട്ടൽ തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അപ്പീലുകൾ വന്നു. കോഴിക്കോട്ട് 14-15 കണ്ടുള്ളായിരുന്നു. ഇവിടെ നൂറ്റുകണക്കിനാണ് വരുന്നത്, 200-ന് മുകളിലാണ്. അപ്പോൾ അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യണം. അങ്ങനെ വരുന്നവർക്ക് സമ്മാനവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവർ അപ്പീൽ വന്നവരൊക്കെ കുഴപ്പക്കാരാന്ന് പറയാനും പറ്റത്തില്ല. കാര്യം എവിടെയാണോ ഒരാൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അയാളെ പ്രോത്സാഹിപ്പിച്ച് തന്നെയാണോ. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ കലോത്സവത്തിന് ഒരർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു ഈ താമസിച്ച് തുടങ്ങുന്നത് കറക്റ്റാണ്. ഇന്നൊക്കെ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. താമസിക്കുമ്പോൾ നാച്ചുറലി അവരെ കൂടെ ഉൾപ്പെടുത്തപ്പോൾ 14 നാടകം, ഓരോ ജില്ലയിൽ ഓരോ നാടകം, 14 നാടകം വന്ന് 24 നാടകമായി. 10 നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കൂറാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്നാൽ പോലും എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാതിരാത്രിക്കും നമ്മുടെ കൊല്ലംകാർ എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുക. ഇവിടെ ഈ ആശ്രാമം വൈകുന്നേരത്ത് ഞാനൊക്കെ വിചാരിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം മുഖ്യമന്ത്രിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ രാവിലെ ഒരു 11-11:30 ആകുമ്പോൾ ഒന്ന് വന്ന് ഊണ് സമയമാകുമ്പോൾ പോയിട്ട് പിന്നെ ഒരു 4 മണിക്ക് വിട്ട് ഒരു 8 മണി എല്ലാം തകിടം മറിച്ചുകൊണ്ട് രാവിലെ നമ്മൾ വരുന്നതിനെക്കാട്ടും മുമ്പ്, ജഡ്ജസ് വരുന്നതിനെക്കാട്ടും മുമ്പേ ആൾക്കാർ ഹോളിനാണ്. അതും എത്രയോ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ വേദികളിലേക്കും ഓടുകയാണ്. പല വേദികളിലേക്ക് പോകേണ്ടതിന് നമുക്ക് ഓട്ടോറിക്ഷ, നമുക്ക് കാറുകൾ, ബസ്സുകൾ ഇതെല്ലാം ഫ്രീ ആയിട്ടിട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ഒരു ടെൻഷനും വരരുത്. പിന്നെ പഴയടം തകർത്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞതുപോലെ മുകേഷേട്ടൻ കലോത്സവ ഓർമ്മകളൊക്കെ ഉണ്ട് അല്ലേ, പങ്കെടുത്തിട്ടൊക്കെ ഉള്ളല്ലേ? ഇഷ്ടം. ഒരു ഏറ്റവും രസകരമായ ഓർമ്മ എന്തായിരിക്കും? രസകരമായ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷനുകൾ, അതും പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ആ പ്രായത്തിലൊക്കെ ഉള്ള ടെൻഷനുകൾ ആ സമയത്ത് വിട്ടിട്ട് കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം കോമഡിയാണ്. നമ്മൾ പറയുമ്പോൾ തന്നെ ആ സമയത്ത് ഞാൻ അനുഭവിച്ച നാട് വിടണോ, ആത്മഹത്യ ചെയ്യണോ, ഇനി തിരിച്ച് കൊല്ലത്തെങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇപ്പം നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ മിമിക്രി പറഞ്ഞു നടക്കുന്ന സമയമായിരുന്നു. മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗവും കൂടെ ആയിരുന്ന സമയം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പല പ്രോഗ്രാം 1 മണിക്കൂർ ഞാൻ മിമിക്രി അവതരിപ്പിക്കും. ആരെങ്കിലും ഒരു സഹായി ചിലപ്പോൾ കാണും. പക്ഷേ വലിയ എമൗണ്ടൊന്നും ഇല്ലെങ്കിലും നമ്മളുടെ ആ കാലഘട്ടത്തിലുള്ള സിനിമ കാണാനും സ്കൂട്ടറിൻ്റെ പെട്രോൾ ഒഴിക്കാനും വൈകുന്നേരങ്ങൾ കൂട്ടുകാരുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനും ഒക്കെ തികയുന്ന പൈസയായിരുന്നു. വീട്ടിൽ നിന്ന് ഫീസ് മാത്രമേ തരുത്തുള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ന്യൂസ് വരികയാണ്, യുവജനോത്സവം മത്സരം കൊല്ലത്താണ്, അതും SN കോളേജിലാണ് എൻ്റെ മിമിക്രി വേദി. അപ്പം ഞാനങ്ങോട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എല്ലാവരും പറഞ്ഞു, ഇത് നിന്റെ തട്ടകത്തിൽ നിന്റെ തിണ്ണയിൽ വന്നിരിക്കുകയാണ്, ഇതേ കണക്കൊരു ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഞാൻ 3-4 ദിവസം എല്ലാവരും ഷെയ്ക്കാൻഡ് തരികയാണ്. നീ കലക്കും കേട്ടോ, നിനക്ക് തന്നെ എന്നൊക്കെ പറയുന്നു.
പതുക്കെ പതുക്കെ അത് മാറുക. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ടോൺ തന്നെ പറയും. കൊല്ലംകാരുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ആദ്യം പറയാൻ പോകുന്ന ഡയലോഗ് എനിക്കറിയാം. നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ഷൈൻ ചെയ്തെങ്കിലും പ്രധാനപ്പെട്ട വന്നപ്പോ നമ്മുടെ പയ്യൻ പോയടേ, ഇവൻ ഇത്രേ ഉള്ളടേ എന്ന് പറയുമെന്നുള്ള ഡെഫിനറ്റ് ആണ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ ജൂനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും നമ്മളെ അടിച്ചു മലക്കുന്നത്. ഇതിനകത്തുനിന്ന് പിന്മാറാൻ വല്ല മാർഗമുണ്ടോ? പിന്മാറിയാൽ ഇവിടുത്തെ കൊല്ലക്കാരടിക്കും. ആ സമയത്ത് എനിക്കുണ്ടായ ടെൻഷൻ, അങ്കലാപ്പ്, കാര്യം തോറ്റാൽ നാട് വിടാം, കാര്യം നിൽക്കാൻ ഒക്കത്തില്ല. ഈ കാര്യം എല്ലാവരും പരിഹസിച്ചപ്പം അവിടെ വന്നിരിക്കുന്ന കാണുന്നവരുടെയും മുഖത്ത് ഞാൻ കാണുന്ന എക്സ്പ്രഷൻ, ഒരു മിസ്റ്റേക്ക് വന്നിരുന്നെങ്കിൽ, ഇവനൊന്ന് ഔട്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നതായിരിക്കും. അത്രമാത്രം കോമ്പറ്റീഷനാണല്ലോ. 1ാം സമ്മാനം ലഭിച്ചപ്പോഴത്തേക്ക് കൊല്ലംകാർ ഒരു ഒറ്റ ഉൾട്ടയാണ്. നിനക്കല്ല പിന്നെ വേറെ ആർക്ക് കിട്ടാൻ, നമ്മുടെ പയ്യനെ നമ്മളെ വീട്ടിന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ സ്ലിപ്പായി നമ്മുടെ കൂടെ വന്നു. അതൊരു ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിയും വരുന്നത് അതാണ്. ഞാൻ എന്തെല്ലാം ചിന്തിച്ചു, എന്തെല്ലാം തരത്തിൽ ഞാൻ വിഷമിച്ചു. ഓരോ പാർട്ടിസിപ്പൻറ്റും അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ശബ്ദം വേറെ എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല. ഒരു നെഞ്ചിടിപ്പിൻ്റെ ശബ്ദമുണ്ട് എല്ലാ വേദികളിലും. കാര്യം എൻ്റെ നെഞ്ചിടിപ്പ് ഞാൻ കേട്ടിട്ടുണ്ട് കുറേ. അപ്പോൾ അന്നത്തെ കാലത്ത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അന്ന് ഹിറ്റ് പാട്ടെന്ന് പറഞ്ഞാൽ സലിൽ ചൗധരിയുടെ ആയില്യം പാടത്തെ പെണ്ണേ അണിയറ മണിയറ, ആ റെക്കോർഡാണ് ഇടുന്നത്. അപ്പൊ ആ റെക്കോർഡിന്റെ കൂടെ ഈ നെഞ്ചെടുപ്പും കൂടെ അതിങ്ങനെ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ റെക്കോർഡ് കേൾക്കും. അപ്പൊ തന്നെ മുഖമൊക്കെ അങ്ങ് തകർന്നു. ദൈവമേ എന്താവും ഇന്നത്തെ സ്ഥിതി. കാര്യം ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം, ഒരു മിമിക്രി മത്സരം. അന്നും മിമിക്രി വേണ്ട, മോണോ ആക്ട് ആണെന്ന് പറഞ്ഞിട്ട് മോണോ ആക്ട് മത്സരം എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ നടക്കുക. അവിടെ ചെന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് തീർന്നത്. അത്രമാത്രം പാർട്ടിസിപ്പൻസ്. അപ്പോൾ അവിടെ പാരൽ കോളേജിലും അവിടെ പഠിക്കുന്നവർക്കും ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞൊരു സമരം കോളേജ് ഫൈൻ ആർട്സ് ഹാൾ. ഇവർ ജാഥയായിട്ട് വന്നിട്ട് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. നമ്മളവിടെ നിന്നിട്ട് ജഡ്ജസിന്റെ മുമ്പിൽ നിന്ന് പ്രോഗ്രാം തുടങ്ങുമ്പം ഭയങ്കരമായ മുദ്രാവാക്യവും കൂവലും. ജഡ്ജസിന് നമ്മൾ പറയുന്ന കേട്ടെങ്കിലല്ലേ ഉള്ളൂ. അന്നൊക്കെ ഞാൻ തകർന്നുപോയി. എന്നെ പോലെ ഒരുപാട് ആൾക്കാർ തകർന്നുപോയി. അതൊക്കെയാണ് നമ്മുടെ അനുഭവം. ആ തിരിഞ്ഞു നോക്കുമ്പം അത്രയും ബഹളത്തിനെ അതിജീവിച്ച് എനിക്ക് പറയാൻ കഴിഞ്ഞല്ലോ. എനിക്കത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ സമ്മാനം കിട്ടിയില്ല. അങ്ങനെ ആ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും ഇനി ഏതൊക്കെ ബഹളം ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അവൻ്റെ മുകളിൽ നെഞ്ചത്ത് തറയ്ക്കുന്നതിനകത്ത് പറയാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ്. അങ്ങനെയുള്ള മോശപ്പെട്ട രീതിയിലൂടെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ രാഗി സ്വർണം പുറത്തു വരുന്നത്.